ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 755 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ 14 അധ്യായം 2 തിരുവചനമാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോകുന്നു. കർത്താവ് എവിടേക്ക് പോകുന്നു എന്ന് പത്രോസ് ചോദിക്കുമ്പോൾ കർത്താവ് പത്രോസിനോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോകുന്നു എന്ന്. സ്വാളോ വിഭാഗത്തിൽപ്പെട്ട ചെറിയ പക്ഷികൾ നദീതീരങ്ങളിലാണ് അവയുടെ കൂടുകൾ നിർമ്മിക്കുക. ഇംഗ്ലണ്ടിന്റെ തെക്കു കിഴക്കൻ ഭാഗത്തെ ഭൂവികസനം ഇത്തരത്തിലുള്ള പക്ഷികളുടെ വാസസ്ഥലത്തിന്റെ വിസ്തൃതി കുറച്ചു. പ്രാദേശിക പ്രകൃതി സംരക്ഷകർ ഇവയ്ക്ക് കൂടുവയ്ക്കുവാനായി കൂടുതൽ സ്ഥലം ലഭിക്കുവാൻ കൃത്രിമമായി ഒരു വലിയ മണൽ തീരം നിർമ്മിച്ചു കൊടുത്തു. അനുകമ്പയുടെ ഈ പ്രവൃത്തി പോലെയായിരുന്നു ശിഷ്യന്മാർക്ക് യേശുതമ്പുരാൻ പറഞ്ഞതായ വാക്കുകൾ. ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാനായിട്ട് പോകുകയാണ് എന്നും ഞാൻ മടങ്ങി വരുമെന്നും മടങ്ങി വരുമ്പോൾ നിങ്ങളെയും കൂട്ടിച്ചേർക്കുമെന്നും യേശുതമ്പുരാൻ പറഞ്ഞു. ക്രൂശിലെ യേശുതമ്പുരാന്റെ ത്യാഗപരമായ പ്രവൃത്തി കൂടാതെ ഒരുവനും പിതാവിന്റെ ഭവനത്തിലെ അനേകം വാസസ്ഥലങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല. യേശുതമ്പുരാൻ വീണ്ടും വന്ന് നമ്മെ കൂട്ടിച്ചേർക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ, പ്രിയമുള്ളവരെ, യേശുവിനോട് കൂടെ നിത്യതയിൽ വസിക്കുവാൻ തക്കവണ്ണം ആ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്കും സാധിക്കണം. കർത്താവിനോടൊപ്പമുള്ളതായ നിത്യതയിലെ വാസമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെ പിതാവിന്റെ ഭവനത്തിലെ അനേകം വാസസ്ഥലങ്ങളിൽ നമ്മുടെ കർത്താവ് ഒരുക്കുന്നതായ ആ ഭവനത്തിൽ പാർക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.